അമൃത മിസ് ആണ്. നിങ്ങൾ ഈ ഓണപരീക്ഷയ്ക്ക് A+ ആണോ എയിം ചെയ്യുന്നത് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നോ? നിങ്ങൾക്ക് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എന്താണ് ഫ്രാക്ഷൻസ്. 2 ചാപ്റ്റർ മക്കളെ, 2 ചാപ്റ്റർ ആണ് ഈ ഒരു ഫ്രാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാവശ്യം പഠിക്കാനുള്ളത്. അതായത് ഓണപരീക്ഷയ്ക്ക് 50% ചോദ്യങ്ങളും വരാൻ പോകുന്നത് ഈ 2 ചാപ്റ്ററിൽ നിന്നായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ഇതേപോലെ എഴുതുന്നതിനെയാണ് നമ്മൾ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഒരു നമ്പറുള്ള മുകളിലെ നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം, താഴെയുള്ള നമ്പറിനെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കാം, ഈ ഒരു സർക്കിളിനെ 2 കഷ്ണമാക്കി അതിൽ ഒരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ 1/2 എന്ന് വരും. റെഡി? ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ 1/2 തന്നെ നമുക്ക് എടുക്കാം. ഈ 1/2നെ മുകളിലും താഴത്തും എനിക്ക് ഇഷ്ടമുള്ള നമ്പർ, ഇന്ന നമ്പർ എന്നൊന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് 1, 2, 3, 4, 10, 20, 100, ലക്ഷോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ തന്നിരിക്കുന്ന 1/2നെ മുകളിലും താഴത്തും നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/10 എന്ന് കിട്ടും അല്ലേ. 1 × 5 5, 2 × 5 10. അപ്പൊ ഈ 5/10നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വിവാലന്റ് ഫ്രാക്ഷൻ, തുല്യമായിട്ടുള്ള ഭിന്നം. ഓക്കെ, 1/2ന്റെ തുല്യ ഭിന്നമാണ് 5/10 എന്ന് പറയുന്നത്. ഇനി ഇതേ 5/10നെ മിസ് ഇവിടെ എഴുതുന്നു. ഈ 5/10നെ മുകളിലും താഴത്തും മിസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. എന്ത് ചെയ്യുന്നു? മുകളിലും താഴത്തും മിസ് എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്താ എനിക്ക് ഉത്തരം കിട്ടുക? ഈ 5/10നെ മുകളിലും താഴത്തും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ഭിന്നസംഖ്യയെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒരു ഭിന്നസംഖ്യയെ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നവരെ നമുക്ക് എന്തെന്ന് പറയാം? ഈക്വിവാലന്റ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ തുല്യമായ ഭിന്നങ്ങൾ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നോക്കുക, ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുന്നു. 18/24. ഇവിടെ ശ്രദ്ധിക്കണേ, 18/24, 18/24. ഈ 18/24നെ മുകളിലും താഴത്തും ഞാൻ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം 18 എന്ന് പറയുന്നതും 24 എന്ന് പറയുന്നതും എന്താണ്? ഒരു ഇരട്ട സംഖ്യകളാണ് അല്ലേ. അപ്പൊ 18നെയും 24നെയും ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? 18ന്റെ പകുതി എത്രയാ? 9. 24ന്റെ പകുതി എത്രയാ? 12. ഇനി നിങ്ങൾ നോക്കുക, 9ഉം 12ഉം ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് ഉള്ളത്? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ. 3ന്റെ ഗുണന പട്ടികയിൽ 9നെയും നിങ്ങൾക്ക് കാണാം, 12നെയും നിങ്ങൾക്ക് കാണാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവരെ 2 പേരെയും 3 കൊണ്ട് ഹരിക്കുന്നു. എന്ത് ചെയ്യുന്നു? 3 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ എനിക്ക് എന്താ ഉത്തരം വരിക? 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 എന്നും 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4 എന്നും വരും. അപ്പൊ ഇവിടെ നമുക്ക് പറയാം 18/24 എന്ന് പറയുന്നത് 9/12 ഈക്വലാണ്, 3/4 ഈക്വലാണ്. ഇവരെയാണ് ഈക്വിവാലന്റ് ഫ്രാക്ഷൻസ്, തുല്യമായ ഭിന്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് പല രീതിയിൽ നിങ്ങളോട് ചോദ്യങ്ങൾ വരും. ഇനി അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, 2 ഭിന്നസംഖ്യകളെ നമ്മൾ എങ്ങനെയാ കൂട്ടുക? ഇവിടെ നോക്കുക, ഞാനിവിടെ 1/2നെയും ഞാനിവിടെ 1/5നെയും 3/5നെയും തമ്മിൽ ആഡ് ചെയ്യാന്ന് വിചാരിക്കുക. 1/5നെയും 3/5നെയും തമ്മിൽ കൂട്ടുവാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ അത് അതുപോലെ എഴുതി വെക്കണം. താഴെയുള്ള നമ്പറുകൾ സെയിം ആണെങ്കിൽ അതേപോലെ എഴുതി വെക്കുക, മുകളിലുള്ള ആൾക്കാരെ കൂട്ടുക. അപ്പൊ എന്ത് വരും? 4/5 എന്ന് വരും. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെ ബാക്കി നമ്പേഴ്സ് നമുക്ക് കൂട്ടാനില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു ചാപ്റ്ററും സെറ്റാക്കി തരാനായിട്ട് നമ്മളുടെ ലൈവുകളൊക്കെ വരുന്നുണ്ട്. ഇനി മിനി മാരത്തോണും മെഗാ മാരത്തോണും ഒക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈവിൽ വന്നോളാം. ലൈവിൽ ഈ ചാപ്റ്ററും ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. മറക്കണ്ട, 7 മണിക്കായിരിക്കും ലൈവ് വരുന്നത്. അപ്പൊ എന്തായാലും ലൈവിൽ വെച്ച് കാണാം. അതേപോലെ തന്നെ അത്രയും അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് ഇതേപോലെ തകർത്ത് നിങ്ങൾക്ക് ആദ്യം മുതലേ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഓണം ഓഫർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഇപ്പോൾ ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും. മിസ്സാക്കണ്ട, വേഗം ജോയിൻ ചെയ്യാം.